Hey, hello guys, welcome back to my channel. It's me your Crasovity. അപ്പൊ സ്ഥിതി എത്തിയിരിക്കുന്നത് അറിയാലോ, നമ്മുടെ വേൾഡ് കപ്പിന്റെ പാർട്ട് 2 ആയിട്ടാണ്. ഇത് നമ്മള് ക്വാർട്ടർ ഫൈനൽസ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇത് ക്വാർട്ടർ ഫൈനലാണ് കളിക്കാൻ പോകുന്നത്. എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി അടുത്ത സെമി, അത് കഴിഞ്ഞാൽ നേരെ പോവാൻ പോകുന്നത് ഫൈനൽ. ഓ, അതൊക്കെ ആദ്യം ജയിച്ചിട്ട് സെനഗലുമായിട്ടാണ് കളി. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ജയിക്കുമെന്ന്. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഈ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നിങ്ങൾ കണ്ടായിരിക്കും ഗെയ്സ്. ഞാൻ റാസോ തന്നെയാണ്, അത് മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും ഒക്കെ പഴയ ഫാൻസ് ഉണ്ടെങ്കിൽ കയറി എന്റെ ചാനലൊന്ന് വാച്ച് ചെയ്യുക. ഞാൻ ക്രാസോ തന്നെയാണെന്ന് മനസ്സിലാക്കി പഴയ സപ്പോർട്ട് തരിക. ഇതിപ്പം 6 മിനിറ്റ്സിലോട്ടൊക്കെ ചുരുങ്ങി 200. എന്തായാലും അത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ എന്തായാലും പ്ലേ ചെയ്യാം. ഗെയ്സ്, ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാച്ച് അല്ലെങ്കിൽ 2 മാച്ച് ആയിരിക്കും വരുന്നത്. ഒന്ന് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ. അപ്പം എത്രത്തോളം എനിക്ക് നിങ്ങളെ ഇതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, സന്തോഷിപ്പിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഒരു ബെസ്റ്റ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഒരു എന്റർടൈനർ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഫേസ് റിവീലും കൂടെ ചെയ്യുന്നുണ്ട്. ഫേസ് റിവീൽ എന്ന് വെച്ചാൽ എൻ്റെ ആക്യുറേറ്റ് ഫേസ് റിവീൽ അല്ല ഗീസ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു എൻ്റെ ആ തമ്പനയിലുള്ള ഒരു ഫേസ് റിവീൽ, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ആക്യുറേറ്റ് ഫേസ് റിവീൽ ഈ ഒരു വീഡിയോയുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. ഓക്കെ ഓക്കെ. ഓ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യം തന്നെ ബോൾ കിട്ടി. ആദ്യം തന്നെ കിട്ടി. ഗെയ്സ്, അവന്മാര് ഡിഫെൻഡ് ചെയ്ത്. ഗെയ്സ്, ഗോൾ അടിച്ച്. വലിയ സെലിബ്രേഷൻ ഒന്നും കാണിക്കില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മള് ഗോൾ അടിച്ച്. ഇന്ന് രാവിലെ എണീറ്റ് ആകെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. നമ്മുടെ അണ്ണന്റെ കളിയാണ് എണീറ്റാണ്. അപ്പൊ ഇത് പോർച്ചുഗൽ റിയൽ ലൈഫ് ജയിച്ച്, അതേ കണക്ക് ഇവിടെ നമ്മളിപ്പോ ജയിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ ഗോൾ ഇട്ടു, റൊണാൾഡോ ഇട്ടു. ഓക്കെ, അപ്പം ഇനി ഫേസ് ക്യാം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം ജസ്റ്റ് എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം കുറച്ചു നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. അപ്പം ഫേസ് ക്യാം ഓൺ ചെയ്തിട്ട് കാണാം. സോറി ഗെയ്സ്, അപ്പൊ എനിക്ക് ഫേസ് റിവീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം എന്താന്ന് വെച്ചാൽ എനിക്ക് റെക്കോർഡർ അല്ലാതില്ല. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഫേസ് റിവീൽ ചെയ്യും. എന്തായാലും ഇതിന്റെ തമ്മിലിൽ എന്റെ ഫേസ് പകുതി നിൽക്കുകയാണ്, പക്ഷെ ആക്യുറേറ്റ് അല്ലെന്നേ ഉള്ളൂ. അത് ആക്യുറേറ്റ് ആക്കാൻ നമുക്ക് വിഷയമില്ല. അടുത്ത തമ്മിലോട്ട് അത് ആക്യുറേറ്റ് ആക്കാൻ മാക്സിമം നോക്കാം ഗെയ്സ്. അപ്പം ഗെയ്സ്, ഒരു പനിയുണ്ട്, അതങ്ങ് മാറുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. മാറുമായിരിക്കും ഗെയ്സ്, അപ്പം പെട്ടെന്ന് മാറും, അത് പേടിക്കണ്ട. ഗെയ്സ്, ഇവിടുത്തെ ഒരു ലോങ് റേഞ്ച് ട്രൈ ചെയ്യാനുള്ളൊരു ഓ, പെനാൽറ്റി ആടാ. എന്തൊരു സ്വാദ്, പെനാൽറ്റി ആരാ? ഗോൾഡൻ. ഓ ഓ ഓ, എന്തൊരു ഗെയ്സ്, എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തേലും ആവട്ടെ, എന്തായാലും ഒരു ഗോൾ ലീഡ് ഉണ്ടായിട്ട് വലിയ ടെൻഷൻ ഇല്ല. ഒമാരി ഇനി ഗോൾ അടിക്കായിരുന്നാ മതി. സെനഗലിന്റെ വലിയ ടീം അല്ലാത്തോണ്ട് കുഴപ്പമില്ല, എന്നാലും ഒരു പേടിയുണ്ട്. ഇങ്ങനെ പോകുന്നത്, ഇത് എങ്ങനെ സംഭവിക്കുന്ന ഒരു പേടിയുണ്ട്. പെഡ്രോനെറ്റോടെ കിട്ടി. പെഡ്രോനെറ്റോ. ഇതാ ബ്രൂണോ ഫെർണാണ്ടസിന് മറിച്ചു കൊടുത്തിരിക്കുകയാണ് ബോൾ. ഇതാ വാശിയേറിയ പോരാട്ടം. ഇതാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വിഷ്യ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഇട്ടിരിക്കുകയാണ്. അപ്പം ഈ കളി 2-0 ആയി. അപ്പം സീസണിലെ റൊണാൾഡോയുടെ ആദ്യത്തെ ഹാട്രിക് ഇന്ന് ഇവിടെ പിറക്കാൻ പോവുകയാണ്. ഇനി സമയമുണ്ട്, അത് കാരണം ആദ്യത്തെ ഹാട്രിക്ക് നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും ഒരു വിഷയ ഗോളായിരുന്നു, പടക്കമൊക്കെ പൊട്ടി. ഓക്കെ, അപ്പം വിഷയ ഗോളായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയം മറക്കല്ലേ. ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫുട്ബോൾ കണ്ടന്റ്സിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ കണ്ടന്റ്സ് ഇനി വരും. നിങ്ങൾ ഫോളോ ചെയ്താൽ, ലൈക്ക് ചെയ്താൽ, ഷെയർ ചെയ്താൽ. ഫോളോ എന്ന് ഉദ്ദേശിച്ച സബ്സ്ക്രൈബ് ആണ് കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിൽ ഒരു അംഗമാകുക. അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. 2-0 സെനഗലിനെ തളയ്ക്കാൻ പോവുകയാണ് നമ്മൾ. 3-0 ആക്കും സെക്കൻഡ് ഹാഫ്. പൈസ്, ഇത് സെമി പ്രോ ആണ്, ആരും ചില്ലറ കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ, സെമി പ്രോ ഡിഫിക്കൽട്ടിയിലാണ് കളിക്കുന്നത്.
എന്താ പരിപാടി എന്താ? ഈ അടുത്ത കളി കൊളംബിയായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഇതുവരെയുള്ള ടേബിൾ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത്, അതായത് ഇനി വരാനുള്ള ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് കൊളംബിയ ആണ്. അതായത് കളി വരാനുള്ള ഒരേ ഒരു ടീം അത് കൊളംബിയ ആണ്. പക്ഷെ ക്വാർട്ടർ ഫൈനൽ ആയിട്ട് കൊളംബിയ ആവാൻ ചാൻസ് ഇല്ല, വേറെ വല്ല ടീം ആവാനാണ് ചാൻസ്. അപ്പം എന്തായാലും ഈ കളി കഴിഞ്ഞിട്ട് അതൊക്കെ പറയാൻ പറ്റൂ. 57 മിനിറ്റിൽ നല്ല ലാഗ് അടിച്ചു. അപ്പോൾ കളി തേഞ്ഞെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതാ ഓക്കെ 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 ന്യൂനോ മെൻഡസിന്റെ ബോൾ കിട്ടി. വിറ്റീര വിഷയ സ്കില്ലിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് കയറി. ഓ ഓ വിഷയം. ഗോൺകാലോ റാമോസ് നോ 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 നോ. ഇപ്പൊ റൊണാൾഡോയ്ക്ക് ഈ കളി റെസ്റ്റ് ഇല്ല. അടുത്ത കളി ഗോൺകാലോ റാമോസിനെ ഇറക്കാം. ഈ കളി റൊണാൾഡോ കളിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഒരു വിഷയ മാസ് ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടി. പക്ഷെ ബ്രൂണോ ഫെർണാണ്ടസ് അതുകൊണ്ട് കളഞ്ഞു. ഈ ജോയ്സ്റ്റിക്ക് ഒരു ശല്യമാണെങ്കിൽ എന്നെ ഒന്നും പറയുന്നത്, കാരണം ഞാൻ PC-യിലല്ല അടിക്കുന്നത്, മൊബൈലിലാണ്. ഓക്കെ അപ്പം എത്രത്തോളം ഇത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എത്തിക്കാം അത്രത്തോളം ഞാൻ പറ്റുന്ന രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ സം ലിമിറ്റേഷൻസ് പുൾ ബി ബാക്ക്. ഓക്കെ അപ്പം ഇനി റൊണാൾഡോ ഈ കളിയിൽ ഹാട്രിക് അടിച്ച നിങ്ങൾ എനിക്ക് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാരും അപ്പം തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ റൊണാൾഡോ കൊണ്ട് ഈ കളി ഹാട്രിക് അടിപ്പിക്കും. നോക്കിക്കോ, ഇതെന്റെ വാക്കാണേ. കണ്ടല്ലോ, റൊണാൾഡോ കൊണ്ട് ഈ കളി ഹാട്രിക് അടിക്കും എന്ന് പറഞ്ഞു. അടിപ്പിച്ചിരിക്കും, ഹാട്രിക് അടിച്ച്. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ എല്ലാരും ലൈക്ക് ചെയ്യുക. പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിക്കാൻ വേണ്ടി CR7 ഫാൻസ് എല്ലാരും വന്ന് പവർ അടിക്കുക. ഓക്കെ അപ്പം സ്യൂ ഇട്ടു. അങ്ങനെ 3 സ്യൂ ഒരു കളിയിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ടോട്ടൽ എത്ര ഗോളായത് കൗണ്ട് ചെയ്തില്ല. എന്തായാലും ഹാട്രിക് അടിച്ചു ഈ കളി. ഓക്കെ വീഴൊക്കെ ചെയ്തു, പക്ഷെ അതായത് വിഷയ ഗോളായിരുന്നു. അപ്പൊ ഈ 3-0 89 മിനിറ്റിൽ ഒരു കുഷൻ ലീഡിലേക്കാണ് നമ്മള്. ഇനി അവന്മാർക്ക് അവസരമില്ല, തീർന്നു കളി. അപ്പം സെനഗലിന് എലിമിനേറ്റ് ആവൂ. അല്ല ഇത് ഗ്രൂപ്പ് സ്റ്റേജ് അല്ല, ഇതാണല്ലോ, ക്വാർട്ടർ ആണല്ലോ. അപ്പം ക്വാർട്ടർ ഫൈനൽ ജയിച്ചു. ഇതാ സെമിയിലോട്ട് പോവുകയാണ്. ജയിക്കുമ്പോ തന്നെ രോമാഞ്ചം. ഇതാ നമ്മൾ സെമിയിലോട്ട് പോവുകയാണ്, സെമി ഫൈനലിലേക്ക്. ഓക്കെ അങ്ങനെ റൊണാൾഡോയുടെ വേൾഡ് കപ്പ് എടുക്കാനുള്ള അടുത്ത ഒരിതാണ് 3-0 അങ്ങനെ സെനഗലിനെ തോപ്പിച്ച് സെമി ഫൈനലിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മളുടെ ടീമിലെ എല്ലാവരും എലിമിനേറ്റ് ആയി, നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും എലിമിനേറ്റ് ആയി എന്നാണ് എൻ്റെ തീരുമാനം. ഓക്കെ അപ്പൊ എന്തൊക്കെ പാക്കൊക്കെ വന്ന് നടക്കുന്നു അതൊക്കെ ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത കളി സെമി ഫൈനൽ വേഴ്സസ് ആരേത് എടാ, അർജന്റീന പൊട്ടി. അർജന്റീന പൊട്ടിച്ചോണ്ട് ഇംഗ്ലണ്ട് കയറിയേ വന്ന് സെമി ഫൈനലിൽ. അപ്പൊ ഇംഗ്ലണ്ടുമായിട്ടാണ് നമ്മളെ സെമി ഫൈനൽ. അപ്പൊ ഇത് ജയിച്ചാലേ ഫൈനലിൽ കയറാൻ പറ്റും. അപ്പൊ എന്തായാലും മാക്സിമം 2 കളി കവർ ചെയ്യാൻ നോക്കാം. അപ്പൊ കളിയിലോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ കളിയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാ ആവേശഭരിതമായ നിമിഷങ്ങൾ. നമ്മൾ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നടക്കട്ടെ. സെമി ഫൈനലിലെത്തി, ഫൈനലിനടിച്ച് നമ്മുടെ അണ്ണൻ പവർ കാണിക്കട്ടെ. ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ മെസ്സി ഔട്ടായിരിക്കുകയാണ്. ഫിഫ പറയുന്ന പ്രകാരം മെസ്സി ഇപ്പം കളിയിൽ ഔട്ടായിരിക്കുകയാണ്. അർജന്റീന ഇംഗ്ലണ്ട് തോപ്പിച്ചത്. വിഷയ കളിയായിരിക്കും. ഓക്കെ വിഷയ കളിയായിരിക്കും. ഞാൻ വിചാരിച്ച് കിക്ക് എടുക്കാതെ ഇത് പോർച്ചുഗലാണ്, പണ്ടത്തെ AC-യുടെ അതേ കളർ. ഇംഗ്ലണ്ട് എന്ന് വെച്ചാൽ വിഷയ കളിയാണ്. അപ്പം ഇംഗ്ലണ്ടിനെ പിടിച്ചിരിക്കണമെങ്കിൽ നല്ല പവർ വേണം. പവർ മാത്രം പോരാ, നല്ല ഇത് വേണം. ഓക്കെ അങ്ങനെ ഒന്നും വേണ്ട. നമ്മുടെ അണ്ണ ഉള്ളപ്പോ നമ്മൾ അതെന്തൊരു സേവായിരുന്നു. ഞാൻ പ്രതീക്ഷയില്ല ഈ സേവ് ചെയ്യാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടാ. റൊണാൾഡോയ്ക്ക് ഒരു എൻഡർ ചാൻസ്, പക്ഷെ നടന്നില്ല.
ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. 12-ാം മിനിറ്റിൽ ലീഡ് എടുത്തിരിക്കുകയാണ് പോർച്ചുഗൽ. വിറ്റീനയുടെ ഗോൾ വഴി വിറ്റീനയെ പുഷപ്പൊക്കെ അടിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഈ അങ്ങനെ സെമി ഫൈനലിൽ ഫസ്റ്റ് ഗോൾ ഇട്ടിരിക്കുകയാണ്. ആവേശഭരിതമായ രംഗങ്ങൾ ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട് വിറ്റീന ഈ ബ്രൂണോ ഫെർണാണ്ടസും കൂടെ കോംബോ ഗോൾ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ആദ്യത്തെ പടക്കം പൊട്ടൽ കഴിഞ്ഞ് അപ്പം ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. ഓക്കെ, തലയ്ക്കല്ല, താഴെ കൈ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ 1-0 ഇരിക്കുകയാണ്. ഫേസ് റിവീൽ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗീസ്. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഫേസ് റിവീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല തൽക്കാലം. ഇംഗ്ലണ്ടിന്റെ ആണ്. ഓക്കേ, ഇംഗ്ലണ്ടിന്റെ ആണെങ്കിൽ നമ്മള് കൗണ്ടർ റൊണാൾഡോക്ക് ഒരു വിഷയ ചാൻസ്. ഇത്ര പേര് ഡ്രിബിൾ ചെയ്ത് കയറി വിഷയ ഷൂട്ട് അടിച്ച ഗോൾ. ഗോൾ ഇട്ടിരിക്കുകയാണ്. 21-ാം മിനിറ്റിൽ 2 ഗോൾ ഇട്ട് സെമി ഫൈനലിൽ അടിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സെമി ഫൈനലിൽ 2 ഗോൾ ഇട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട്. അതൊരു വളരെ മനോഹരമായ നീക്കമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ആ കൗണ്ടർ അറ്റാക്ക് അവിടെ സാധ്യമാവുന്നില്ല. ആ നോക്കുമ്പോ 2 ഡിഫൻഡിങ് പ്ലെയറേ ഉള്ളൂ. നമ്മൾ പിന്നെ ആരാ വഴിയൊക്കെ തിരിച്ചു വിട്ടേക്ക് വന്നു ഗോളൊക്കെ അടിച്ച്. അപ്പൊ ഈ ഗോളിലൊക്കെ വേണ്ടി എല്ലാരും ഒന്ന് ലൈക്ക് ഷെയർ സബ്മിറ്റ് ചെയ്യണേ കേട്ടോ. 24 മിനിറ്റ് ആവുമ്പം 2 ഗോളിന്റെ കുഷൻ ലീഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനി കളയാനും പോകുന്നില്ല എല്ലാള്. ഓ, ഡിഫ്ലക്റ്റഡ്. അവർക്ക് കോർണർ കിട്ടിയോ? ഇല്ലേ, കിട്ടിയെന്ന് തോന്നുന്നു. അതെ, അവർക്ക് കോർണർ കിട്ടി. ഡിഫ്ലക്റ്റഡ് ആയിരുന്നു. ഹെഡർ അടിച്ച് നമ്മൾ ഒഴിവാക്കൂടാതൊക്കെ അവിടുന്ന്. പെഡ്രോറ്റോ. ഓക്കെ, പെഡ്രോറ്റോടെ കയ്യിൽ പോയി. ഡിഫെൻഡിങ് മാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് നല്ല രീതി. ഇല്ല ഗീസ്. 36-ാം മിനിറ്റ് ഹാഫ് ടൈം ആവുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇംഗ്ലണ്ട് ഗോളിട്ടു. ഹാരിക്കൻ ഗോളിട്ടു. സെമി ഫൈനലിൽ വാശിയേറിയ പോരാട്ടം. ഹാരിക്കൻ ഗോളിട്ടു. 1 ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇട്ടു. പിന്നെ വിറ്റീനി. അങ്ങനെ 2-1 ലീഡിൽ നിൽക്കുകയാണ് ഇപ്പൊ പോർച്ചുഗൽ. പക്ഷെ നമ്മൾ തിരിച്ചു വരും, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ഓ ഗൈസ്, ഒരു വിഷയ ചാൻസ്. പെഡ്രോനെറ്റോ ചാടി പറഞ്ഞൊരു ഗോളൊക്കെ അടിച്ച് റീപ്ലേ കാണിച്ചു തരാം. ഡീസ്ലൈഡ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് അവിടെ 1 ഗോള് വീണപ്പോ ഇവിടെ 3 ഗോള് വീണേ. റൊണാൾഡോ ആദ്യം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ട്രൈ നടത്തിയായിരുന്നു. പക്ഷെ ഗോൾ കീപ്പറിന്റെ കാലിൽ തട്ടി ജസ്റ്റ് മിസ്സിൽ പോയപ്പോൾ നമ്മുടെ അണ്ണൻ പെഡ്രോനെറ്റോ ചാടി ഒരു അടിയൊക്കെ അടിച്ച് 3 ഇതാക്കി. അപ്പം ഇനി വലിയ പാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കളി ജയിക്കും, വലിയ പാടൊന്നും ഇല്ല. ഇനി 3-1 ലീക്കല്ലേ, വലിയ പാടൊന്നുമില്ല. ഗെയ്സ്, ഇന്നലത്തെ കളികൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കളിക്കുന്ന സെമി പ്രോ ഡിഫിക്കൽട്ടി ഇല്ലാതെ എനിക്ക് പോലും തോന്നാതിപ്പോയി. കാരണം ഇന്നലത്തെ കളിയില് ഇതൊക്കെ എന്തൊരു ടഫായിരുന്നു അറിയോ. ഇതല്ല, ആ ഒരു ഇത് കയറാൻ തന്നെ ടഫായിരുന്നു. അതായത് ക്വാർട്ടർ ഫൈനൽ കയറാൻ വേണ്ടിയുള്ള പെടാപ്പാടായിരുന്നു. ഹാഫ് ടൈമിൽ 3-1 ഒരു കുഷൻ ലീഡ്. കുഷനൊന്നും അല്ല ഗീസ്, മെത്ത ഉൾപ്പെടെ ഉള്ള ലീഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഗീസ് ഇതിനൊക്കെ ഉള്ളത് ഞാൻ കഷ്ടപ്പെട്ട് കുറെ ട്രൈ ചെയ്തിട്ടാണ് ഗീസ് ഇത് കളിക്കുന്നത്. സെമി പ്രോ ഒന്നും കഴിഞ്ഞ പാർട്ട് കണ്ടവർക്ക് അറിയാം. സെമി പ്രോ ഒന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരിയെങ്കിലും ഒന്ന് ഡൈജസ്റ്റ് ആയി ഒന്ന് പഴയടക്കം ആയത്. അപ്പൊ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വന്നാൽ ഇനി ഞാൻ പ്രൊഫഷണൽ ഡിഫിക്കൽട്ടി ഇട്ട് പതിയെ പതിയെ കളിക്കാം. ഗെയ്സ്, നമ്മുടെ കയ്യിൽ തന്നെയാണ് ബോള് മിക്ക സമയത്തും. നമ്മളാണ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന പ്ലെയേഴ്സ്. ഓക്കെ, അത് വേണ്ട. ഗോൺകാലോ റാമോസിന് ഈ കളിയിൽ എന്തായാലും ഇറക്കത്തില്ല. ഏതാ ഗോള്? പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടുന്ന് അടിച്ചാലും ഗോളാണല്ലോ. അങ്ങനെ 4-1 ആക്കിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ അടിച്ച് വീട്ടിയിട്ട് അവന്മാരെ എലിമിനേറ്റ് ആയി. കളീനെ എലിമിനേറ്റ് ആയി. 4-1 ആയിരിക്കുകയാണ്. റൊണാൾഡോയുടെ ഒരു വിഷയ ഷോട്ട്. ഗോൾ കീപ്പറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷോട്ടായിരുന്നു അത്. പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റി, പക്ഷെ എന്നാലും സേവ് ചെയ്യാൻ പറ്റാത്തൊരു ഷോട്ടായിരുന്നു. അപ്പം എന്തായാലും സെമി ഫൈനലിൽ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ 89-ാം മിനിറ്റിൽ 4 ഗോൾ അടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോളും അടിച്ച്. അപ്പോ ഇതാ വീണ്ടും ഒരു മുന്നേറ്റം. ബ്രൂണോ ഫെർണാണ്ടസ്.
ഇല്ല. ശേ, അവിടെ സ്കില്ലിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കയറി പോവായിരുന്നു. സ്കില്ലിട്ടില്ല ഗേസ്, എൻ്റെ മണ്ടത്തരം. ഗേസ് അവന്മാർ കയറി. കുഴപ്പമില്ല, കേറട്ട് പാവം. അയ്യേ, എന്നിട്ടും ഗോൾ അടിച്ചില്ല. ഈ ശിവന്മാരൊക്കെ എന്തോ ചെയ്യണം, എന്നിട്ടും ഗോൾ അടിച്ചില്ല. വിട്ടുകൊടുത്തിട്ടും ഗോൾ അടിച്ചില്ല. സെമി പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയിൽ ഈ രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നമായിരുന്നു എൻ്റെ. പക്ഷെ എന്നാലും ഇന്നലെ ഇരുന്ന് കുറെ ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രം ആ രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റി. അപ്പം അതിനോട് ഞാൻ ഇതാക്കുന്നു. ഓ ഓ ഓ ഓ ഓ അങ്ങനൊന്നും പറ്റത്തില്ല കേട്ടോ, അങ്ങനൊന്നും ഇവിടെ പറ്റത്തില്ല. നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ. 85 നീയൊക്കെ എന്തോ കാണി. വേണമെങ്കിൽ ഒരു ഓൺ ഗോൾ ഇട്ടുതരാം, വേണോ? ഒരു നാണക്കേട്. എടാ, നാണം ഉണ്ടോടാ? ഞങ്ങളെക്കാട്ടിലും പവർഫുൾ ടീമാ നിന്റെ, പുതിയ പ്ലേയേഴ്സൊക്കെ ഉള്ള. എന്നിട്ട് ഞങ്ങളെ പൊട്ടിക്കാൻ പറ്റിയില്ല. സെമി ഫൈനൽ പോയിരിക്കുന്നു. ഈ 4-1 നമ്മുടെ അണ്ണനും പിള്ളേരും അടിച്ച് തൂക്കിയിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിനെ. നമ്മൾ നേരെ ഫൈനലിലേക്ക് പോവുകയാണ്. ആരുമായിട്ടാണ് ഫൈനൽ? ഇനി അതാണ് ചോദ്യം. ഫൈനലും കൂടി ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ തീർക്കുകയാണ്. റൊണാൾഡോ വീണ്ടും പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരിക്കുകയാണ്. വാട്ട് എ മാൻ. ഓക്കെ, 4-1 വലിയ വിജയത്തിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. വൻ വിജയത്തിൽ. ഫൈനൽ ആരുമായിട്ടാണ്? എന്റെ പൊന്നു ഗൈസ്, ഇപ്പൊ പോർച്ചുഗലിനെ കോച്ച് ചെയ്യുന്ന കോച്ചിന്റെ പഴയ ടീമായിരുന്നു ബെൽജിയം. അദ്ദേഹമാണ് ഇപ്പൊ നമ്മുടെ പോർച്ചുഗലിനെ കോച്ച് ചെയ്യുന്നത്. ബെൽജിയമായിട്ടാണ് ഫൈനൽ. ഫിഫ എന്ത് മാഡ്നസ് ആണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫിഫ ഈസ് ക്രേസി. അർജന്റീനയൊക്കെ സെമി ആയപ്പോഴത്തേക്ക് ഔട്ടായി. പിന്നെ ഫൈനൽ വന്ന ബെൽജിയവും പോർച്ചുഗലും. ചിലപ്പം ശരിക്കും ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്, അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് കളിക്കാം. അപ്പൊ ഗെയ്സ്, വെൽക്കം ബാക്ക്. ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ് ഗെയ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ ഗെയ്സ് അപ്പോഴത്തേക്ക് ലോഡിങ് സ്ക്രീനാണ്. അപ്പൊ ഗെയ്സ്, ഈ ഫൈനൽ ജയിച്ചാൽ വേൾഡ് കപ്പ് നമ്മുടെ കയ്യിൽ. ഓക്കെ, വേൾഡ് കപ്പ് നമ്മുടെ കയ്യിൽ. അതൊക്കെ അത്രേ ഉള്ളൂ ഗെയ്സ്, വിഷയം. അപ്പൊ ഗെയ്സ്, എന്റെ ഫേസ് എനിക്ക് റിവീൽ ചെയ്യാനോ പറ്റിയില്ല. എന്തായാലും ഫേസ് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തമ്പനിയിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ഫേസ് പിടികിട്ടും. കണ്ണ് മുതൽ വായുടെ അവിടം വരെ കറക്റ്റ് ഞാൻ തന്നെ. പക്ഷെ വാ തുടങ്ങും അടുത്ത് തൊട്ട് ആക്യുറേറ്റ് അല്ല, ഞാൻ അല്ലത്. ഓക്കെ, അപ്പം അങ്ങനെ കരുതിയാൽ മതി. ഓ ഡിബ്രോയിനെ ഓ വിഷയം കളി ഡിബ്രോയിനെ. ആരെയും വെച്ച് ഇതാക്കത്തില്ല. ഞങ്ങള് ഈ കളി ജയിക്കും, ഉറപ്പ് 100%. എടാ, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾ ഈ കളി ജയിക്കും, ഉറപ്പാ, 100% ഉറപ്പാ. എടാ പെഡ്രോയിട്ടോ, ഞാൻ പാസ് ക്ലിക്ക് ചെയ്തിട്ട് എത്ര നേരമായി? നീ കൊടുക്കുന്ന എത്ര നേരം കഴിഞ്ഞിട്ടാ? ഗെയ്സ്, ഭയങ്കര ലേറ്റ് ആവുന്നു പാസ്സൊക്കെ. അതുകൊണ്ടാ അപ്പം റിയാക്ഷനൊക്കെ ഭയങ്കര ഇതാവുന്നു. എന്താ ഫൗളാണോ? ഗെയ്സ്, എനിക്ക് അറിഞ്ഞൂടാ. ഫൈനലിൽ എന്തോ പരിപാടിയാണ് നടക്കുന്നത്. ഓഫ്. അപ്പൊ നമുക്കാണ് ഇവിടെ ലാഭം. ഓക്കെ, അപ്പം ഓക്കെ. ക്രിസ്ത്യാനോ റൊണാൾഡോ അയ്യോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ബോൾ കിട്ടിയില്ല. ഫൈനലി ഗോൾ അടിക്കാതിരിക്കേണ്ടി വരുമോ അവസാനം? യെസ്, ഒന്നും അറിഞ്ഞൂടാ. ഫുള്ള് ഈ കളി കഴിയുന്നവരെ ഒന്നും അറിയാൻ വയ്യ. ഒരു ഗോൾ അടിക്കുന്നവരെ. യെസ്, ഭയങ്കര ടൈറ്റ് മാച്ച് ടൈറ്റ്. ഓക്കെ, ഓ 33-ാം മിനിറ്റിൽ അവന്മാര് ഗോൾ ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് ഇത്തിരി വിഷയ. ഓക്കെ, അപ്പം അവന്മാരെ പിടിച്ചിരിക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. ഓക്കെ. ഒരു സുവർണ അവസരം. പാസിട്ട് പോവാണ് കളി. യേസ്, 42 മിനിറ്റ് ഫസ്റ്റ് ഹാഫ് ഇപ്പൊ കഴിയും. 1-0 എന്ന ഇതിലിരിക്കുകയാണ്.
മൊത്തത്തിൽ പണിയാണ്. എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, 1-0 നിൽക്കുകയാണ്. വി ഡോണ്ട് നോ എന്താണ് നടക്കുന്നതെന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ അവിടെ കിടന്ന് ചാടുന്നു. എന്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഈ ഓട്ടോ ഇട്ടാലോ? യോ 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 യോ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെങ്ങനെ പോയാലും അത് സേവ് ചെയ്യും. കോർണർ. ഗൈസ്, ഒരു ഗോൾ അടിച്ചില്ലേ പണിയാണ്. ഫൈനൽ കഴിഞ്ഞു. ഓ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ചാൻസ്, ഒരു വിഷയം ചാൻസ്. ഈ ചാൻസ് ഒക്കെ ഒന്നും ലാഭപ്പെടുത്തിയില്ലെങ്കിൽ കാര്യമില്ല. ഓക്കെ 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 ഈ ചാൻസ് ലാഭപ്പെടുത്താൻ പറ്റും. ഗോളാക്കാൻ പറ്റിയില്ലേ? അതെന്ത് ഗേസ്, അതെന്ത് പറ്റി? ഓക്കെ 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 എങ്ങനെ പോയാലും ഗോളാക്കിയാ പോരെ. ഓക്കെ 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 റൊണാൾഡോയ്ക്ക് ബോൾ കിട്ടി. എടാ, എന്തിനാ കാണിക്കുന്ന അവിടെ നിന്ന്? ഗേസ്, എന്താ നടക്കുന്ന? ഗോള് കയറുന്നില്ല. ഓ, വിഷയ സേവുകൾ മൊത്തം. ഗേസ്, മൊത്തത്തിൽ പണി പാളി. ഒന്നും നടക്കുന്നില്ല ഗേസ്. ഞാൻ വിചാരിച്ച കണക്കൊന്നും നടക്കുന്നില്ല. എല്ലാവരുടെ സ്റ്റാമിന തീർന്നു. എന്റെ പൊന്നി ഗേസ്, എന്താ നടക്കുന്ന ഇവിടെ? ഓക്കെ 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 ബോള് കളക്ട് ചെയ്ത് ഗോൾ. ഗോളിട്ട്. കുറെ നേരം ടൈറ്റ് പിടിച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ച് കളി തീർന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഗോളിട്ടങ്ങ് രക്ഷിച്ച നമ്മളെ. അണ്ണന് ഗോളിടാൻ പറ്റുന്നില്ല. അണ്ണന്റെ സ്റ്റാമിന മൊത്തം തീർന്നാ. എന്റെ പൊന്നി, ഫൈനലി ഗോൾ അടിക്കാ പോയാ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത്രയും ഗോൾ അടിച്ചില്ലേ ഇതുവരെ? 5 ഗോള് 6 ഗോളെങ്ങാണ്ട് അടിച്ചെന്ന് തോന്നുന്നു. 5 6 7 ഗോൾ അടിച്ചെന്ന്. ഫുൾ ടൈമാ ഗൈസ്. ഗോയിങ് ടു എക്സ്ട്രാ ടൈം ഓർ പെനാൽറ്റീസ്. ഇതിലോട്ടാ പോന്ന എക്സ്ട്രാ ടൈം. ഗൈസ്, എക്സ്ട്രാ ടൈം ആണ്. എന്താ നടക്കാൻ പോന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഫുള്ളി ക്വസ്റ്റ്യൻസ് ഉള്ളി. എനിക്ക് ആൻസർ ഒന്നും അറിഞ്ഞൂടാ ഈ ക്വസ്റ്റ്യൻസിന്റെ. ഗൈസ്, ആ ബോളൊക്കെ എങ്ങനെ കയ്യിന്ന് പോയി? ഞാൻ ആലോചിക്കുന്ന ഇത് ഡേഞ്ചർ ആണ്. ഡേഞ്ചർ ആണ്. ഓക്കെ 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 ടാക്കിൾ ചെയ്താണെങ്കിലും ഡിഫ്ലക്ട് ചെയ്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഡിഫെൻഡ് ചെയ്താൽ മതി. ഓക്കെ 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 ആ സേവ്. ഡിയേഗോ കോസ്റ്റ സേവ് ചെയ്ത് രക്ഷപ്പെട്ടു. ഡിയേഗോ ഡാലോട്ടൊക്കെ ഇപ്പഴാ കളിക്കുന്ന. ഞാൻ കളിയിലുണ്ടെന്ന് തന്നെ അറിയുന്ന ഇപ്പോഴാ അവനൊക്കെ. എക്സ്ട്രാ ടൈം കഴിഞ്ഞ അതിനു മുമ്പേ. വാട്ട് ഈസ് ദിസ്? അപ്പം നേരെ പെനാൽറ്റി പോകാനാണല്ലോ ചാൻസ് ഇതിപ്പം. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഈ നടക്കുന്നതെന്നൊന്നും. വാട്ട് ഈസ് ഹാപ്പണിങ് ഹിയർ? ലിറ്ററലി വാട്ട് ഈസ് ഹാപ്പണിങ് ഹിയർ? ബോൾ ഹോൾഡ് ചെയ്ത് കളിച്ചിട്ട് നൈസായിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഗോൾ അടിക്കാം. അതാ നൈസ്. ഓക്കെ 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 റൊണാൾഡോയ്ക്ക് ഒരു അവസരം. ഈ അവസരം മുതലാക്കിയേ പറ്റത്തില്ല. വേറൊരു അവസരം. എടാ, പാസ് ചെയ്യാൻ കൊടുത്തേല്ലെന്ന് ഒരുത്തനും പറയാനില്ല. പാസ് ചെയ്യാൻ കൊടുത്തയാണേ. ഓക്കെ 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 ഫൈനൽ ചാൻസ്. പെനാൽറ്റിയിലോട്ട് പോവാതെ കളി തീർക്കാൻ. ഓക്കെ, ഫൈനൽ ചാൻസ്. ഇതിലും കളി തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ പെനാൽറ്റിയിലേക്ക് പോവുകയാണ്. അർജന്റീനയുടെ ഫൈനൽ പോലെ തന്നെ പെനാൽറ്റിയിലാണ് കലാശിക്കുന്നത്. എങ്ങനെ പോകുന്നൊന്നും എനിക്കറിയണം. എന്തായാലും ഞാനൊരു സ്ഥലത്തേക്ക് അടിച്ചു. ഗോൾ. അതെന്തൊരു തേങ്ങ. അത് മിസ് ചെയ്ത് ഞാൻ. ഓക്കെ, അവന്മാര് ഗോളാക്കി. അടുത്ത ഗോളാക്കിയില്ലെങ്കിൽ നമ്മൾ തീരും. ഗോൾ. അതൊക്കെ അത്രേ ഉള്ളൂ. റൊണാൾഡോ വന്നാ പിന്നെ ഗോളാ.
1-1. ഞാൻ എന്തൊരു പന്ന പരിപാടിയായി പോയി. സമ്മാൻ 2 അടിച്ച്. ഇത് ഗോളാക്കിയില്ലേ നമ്മള് തേങ്ങി. ഗോൾ 2-2 ആക്കി. ഓക്കെ, 2-2 ആക്കി. പെനാൽറ്റിയാണ് ഈ നടക്കുന്നത്. എങ്ങനെ കളി ഇതാക്കുന്നു പറഞ്ഞൂടാ. എന്ത് സേവ് ചെയ്യാനാ? ഐ ഡോണ്ട് നോ വൈ. പുറത്തടിച്ചോളനി തോറ്റ. അയ്യോ ഗൈസ്, ഇത് സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാ. വേൾഡ് കപ്പ് തോറ്റു ഇത് സേവ് ചെയ്തില്ലെങ്കിൽ. വാട്ട് ഈസ് ഹാപ്പണിങ്? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പണിങ്. എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഗോൾ അടിച്ച് ഗൈസ്. ഫൈനലിൽ പോയി. ഫൈനലിൽ കയ്യിൽ പോയി. കളി കയ്യിൽ പോയി. നോ, എനിക്ക് എൻ്റെ മിസ്റ്റേക്കാണ്. പെനാൽറ്റി എനിക്ക് അടിക്കാറുണ്ടോ. അപ്പോൾ ഫൈനലിൽ കളി കയ്യിൽ പോയി. കോർട്ടോസ് ആണ് അവരുടെ ഗോൾ കീപ്പർ. പുള്ളിക്കാരൻ വിഷയമാണ്. പിന്നെ നമ്മൾ കുറെ പുറത്തടിച്ച് കളഞ്ഞു. പെനാൽറ്റി അടിക്കാൻ എനിക്കറിഞ്ഞുക. അപ്പോൾ ഗൈസ്, ഈ വേൾഡ് കപ്പ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗെയിമിൽ എന്നെ കൊണ്ട് റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് എടുത്തു കൊടുക്കാനായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ദ ബൈ. ഇപ്പം കളി കഴിഞ്ഞു. ഓക്കെ, ഒന്നും കൂടെ അവസരമുണ്ടോ പ്ലേ ചെയ്യാൻ? ഉണ്ടോ? ഇല്ല ഗീസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എനിക്ക് റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് എടുത്തു കൊടുക്കാനില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഇതിൽ ആവുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമായിരിക്കും. എനിക്ക് പെനാൽറ്റി അടിക്കാറുണ്ടായിരുന്നു. ഞാൻ പെനാൽറ്റി വരെ മാക്സിമം കൊണ്ടുപോകാതിരിക്കാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല ഗീസ്. അപ്പോൾ അഫ്കോഴ്സ് ഈസ് സോറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യണ്ട. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് കുറേ മോശം പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കുറേ നേരം ലാഗ് അടിപ്പിച്ചില്ലായിരുന്നു. ചിലപ്പോൾ പെനാൽറ്റി പോകാതെ തന്നെ കളി ജയിച്ചേനെ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും പറ്റില്ല. ബൈ ദ ബൈ. ഇറ്റ്സ് മീ യുവർ ക്രാസോവിറ്റി സൈനിങ് ഓഫ്.